റിജിൽ മാക്കുറ്റി. ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ നേരത്തെ ശ്രീ ബി എൻ ഹസ്കർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകില്ല എന്ന്. ഇവിടെ മരിച്ചുപോയത് ശ്രീ നവീൻ ബാബുവാണ്. പരാതി കൊടുത്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബമാണ്. അവരുടെ പരാതിയിൽ പെടുന്ന കാര്യങ്ങളല്ലേ അന്വേഷിക്കേണ്ടത്, അതല്ലേ എഴുതി വെക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ അന്വേഷണം? ശ്രീമതി മാധു, ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ അന്വേഷണം BP ദിവ്യയെ പിന്നെ മഹത്വവൽക്കരിക്കാനും അവരെ കുറ്റവിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് നടന്നത്. ഈ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അതിനുശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ ടീമിനെ ഉണ്ടാക്കിയതിനു ശേഷം അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഈ വളരെ കൃത്യമായി മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ഏറെ ബന്ധമുള്ളവരുമാണ്. അവരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ആ അന്വേഷണം അട്ടിമറിക്കപ്പെടും. PP ദിവ്യയെ രക്ഷിക്കുമെന്ന് സംബന്ധിച്ച് കണ്ണൂരിലെ CPM-നെ അറിയുന്ന, കേരളത്തിൽ CPM-നെ അറിയുന്ന ആർക്കും അറിയാത്തത്? അതുകൊണ്ട് അതല്ലേ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ കുടുംബം കൊടുത്ത പരാതിക്കകത്ത് കൃത്യമായ വസ്തുത പുറത്തു വന്നിട്ടില്ല. ADM ഇവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന ഈ ടീം അന്വേഷിച്ചത് വളരെ കൃത്യമായി ഇതിൻ്റെ ഉപരിതലത്തിൽ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ, ഇവിടുത്തെ ഫോൺ രേഖകളാണ്. PP ദിവ്യയും കലക്ടറും ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ടോ? അവർ ഈ പരിപാടിക്ക് സ്വമേധയാ കയറി വന്നതാണോ, അല്ലാതെ കലക്ടർ ഇൻഫർമേഷൻ കൊടുത്തിട്ടാണോ, ആര് കൊടുത്തിട്ടാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടുണ്ടോ? ശ്രീ ഹസ്കർ പറഞ്ഞു പിന്നെ അങ്ങനെ ഫോൺ പരിശോധിക്കാൻ പാടില്ല. അങ്ങനെ പരിശോധിക്കാൻ പാടില്ല എന്തടിസ്ഥാനത്തിലാണ്? പ്രതി ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് കൂട്ടുന്ന ജില്ലാ കലക്ടറാണ്. അവരുടെ ഫോൺ പരിശോധിക്കണമെന്ന് അവിടെ കോടതിയിൽ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് വാദം നടക്കുമ്പോൾ പറഞ്ഞപ്പോൾ സർക്കാർ അഭിഭാഷകൻ അത് പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? അപ്പോൾ ആരുടെ കൂടിയവര്? അപ്പൊ കള്ളം കപ്പലിലല്ലേ? ആ കള്ളം കപ്പലിലായതുകൊണ്ടല്ലേ ഈ കള്ളനെ രക്ഷിക്കണ്ടിട്ടല്ലേ ഈ നിലപാടെടുത്തത്? മാത്രമല്ലല്ലോ ഈ പറയുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന ഈ പരാതിക്കാരൻ അയാളുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിച്ചോ? പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ഇലക്ട്രിക് നകത്ത് ജോലി ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന ഈ പ്രശാന്തന് എങ്ങനെയാണ് ഇത്ര ലക്ഷങ്ങൾ മുടക്കി ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ പറ്റുക? എങ്ങനെയാ പറ്റുക? അവിടെ ജോലി ചെയ്യുന്ന പ്രശാന്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആരാണ്? PP ദിവ്യയുടെ ഭർത്താവാണ്. ആ PP ദിവ്യയുടെ ഭർത്താവിനാണ് ഈ ഒരു ഞാൻ പറഞ്ഞ കമ്പനി കാർട്ടൺ ഇന്ത്യ അലയൻസ് കമ്പനിയുടെ ബന്ധപ്പെട്ട് അതിനകത്ത് ഡയറക്ടറാണ്. അപ്പൊ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അപകീർത്തികരമായ പരാമർശം നടത്തുന്നു എന്ന് പറഞ്ഞ് PP ദിവ്യ നിയമ നടപടിക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അടക്കം. അതെ, അതെവിടെ എത്തി? ഞാൻ ചോദിക്കുന്നു. അതിന് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഇത് കൃത്യമായി പരാതി ഞങ്ങൾ കൊടുത്തപ്പോൾ അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്, ഇതിനകത്ത് നിയമപരമായ സാധ്യതയുള്ളതാണ്, ഇതിനകത്ത് വസ്തുതയുണ്ടെന്ന് അന്വേഷിച്ച അന്നത്തെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത അദ്ദേഹം കൃത്യമായി അന്വേഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അങ്ങനെ അന്വേഷിക്കാനുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തെ മാറ്റിയത്. മാത്രമല്ല അദ്ദേഹത്തിന് DGP പദവിയിലേക്ക് എല്ലാ യോഗ്യത ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചീഫിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ DGP ആക്കിയത് എന്തിനാണ്? ദേവദാ ചന്ദ്രശേഖരനെ കൊണ്ടുവന്നതിനാണ്. അപ്പൊ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് അനുകൂലമായി നിൽക്കാതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറഞ്ഞൊരു കാര്യം